യമൻ സായുധ ഗ്രൂപ്പായ ഹൂതികൾ ഇസ്രായേലിൽ ആക്രമണം തുടരുന്നു. ജെറുസലേമിൽ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതായി ഹൂതികൾ അവകാശപ്പെട്ടു. നിരവധി നിർണായക മേഖലകളിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതികൾ പറയുന്നു. മിസൈലുകൾ വിജയകരമായി പ്രതിരോധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. നാശനഷ്ടങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹൂതികൾ സമീപ ആഴ്ചകളിൽ ക്ലസ്റ്റർ ബോംബ് വഹിച്ച നിരവധി മിസൈലുകൾ ഇസ്രായേലിലേക്ക് പ്രയോഗിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. റാമോൺ വിമാനത്താവളത്തെയും എലാറ്റ് പ്രദേശത്തെ 2 സുപ്രധാന ലക്ഷ്യങ്ങളെയും ലക്ഷ്യമിട്ട് ഇസ്രായേലിലേക്ക് 3 ഡ്രോണുകൾ വിക്ഷേപിച്ചതായും ഹൂതികൾ അവകാശപ്പെട്ടു. തെക്കൻ ഇസ്രായേലിന് മുകളിലൂടെ പറന്നൊരു ഡ്രോൺ വെടിവെച്ചിട്ടതായി IDF റിപ്പോർട്ട് ചെയ്തു. മറ്റ് 2 രാജ്യത്തെത്തിയില്ലെന്നും IDF വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഹൂതികൾ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേലിലെ എലാറ്റിനടുത്തുള്ള റാമോൺ വിമാനത്താവളത്തിലാണ് യമൻ സായുധ ഗ്രൂപ്പ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ വിമാനത്താവളത്തിൻ്റെ പാസഞ്ചർ ടെർമിനലിൽ സ്ഫോടനമുണ്ടായി. ഇതോടെ ആളുകൾ പരിഭ്രാന്തരാവുകയും ചെയ്തു. ആക്രമണത്തിന് മുമ്പ് സൈറനുകൾ മുഴങ്ങിയില്ലെന്ന് IDF സമ്മതിച്ചു. തന്ത്രപ്രധാന മേഖലയിൽ ആക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറനുകൾ മുഴങ്ങാത്തത് ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. ആക്രമണത്തിന് പിന്നാലെ വിമാനത്താവളത്തിലെ ടെർമിനലിൽ നിന്ന് പുക ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ആക്രമണത്തെ തുടർന്ന് റാമോൺ വിമാനത്താവളത്തിന് മുകളിലുള്ള വ്യോമാതിർത്തി അടച്ചിട്ടു. ഭീകരാക്രമണം എന്നാണ് ആക്രമണത്തെ ഇസ്രായേൽ വിശേഷിപ്പിച്ചത്. വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കുമെന്നും സൈന്യം വ്യക്തമാക്കി. ഇസ്രായേലിലെ റാമോൺ വിമാനത്താവളത്തിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിന് ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തിരുന്നു. മുതിർന്ന ഹൂതി നേതാക്കളുടെ കൊലപാതകത്തിന് പ്രതികാരമായാണ് ഹൂതികൾ അവരുടെ ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചത്. ആക്രമണത്തെ ഗുണപരമായ പ്രവർത്തനമെന്ന് ഹൂതി വക്താവ് നാസർ അൽ-ദിൻ വിശേഷിപ്പിക്കുകയും ചെയ്തു. കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഹൂതി വക്താവ് നൽകി. ഇസ്രായേൽ വിമാനത്താവളങ്ങൾ സുരക്ഷിതമല്ലെന്നും വിദേശികൾ ഇസ്രായേൽ വിമാനത്താവളങ്ങൾ വിട്ടുപോകാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്രായേലിലെ നിർണായക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാകും അടുത്ത ആക്രമണമെന്നും ഹൂതി വക്താവ് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ യമൻ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി കൊല്ലപ്പെട്ടിരുന്നു. പിന്നാലെയാണ് ഹൂതികൾ ആക്രമണം കടുപ്പിച്ചത്. നേരത്തെ ഇസ്രായേലിലെ 5 സുപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ടെലവീവിലെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ജനറൽ സ്റ്റാഫ് കെട്ടിടം, ഹദേര പവർ സ്റ്റേഷൻ, ടെലവീവിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളം, അഷ്ഡോദ് തുറമുഖം, വടക്കൻ ചെങ്കടലിലെ MSC എബി കപ്പൽ എന്നിവ ലക്ഷ്യമിട്ട് 5 പ്രത്യേക സൈനിക ഓപ്പറേഷനുകൾ നടത്തിയതായി യമൻ സായുധ സേന പ്രഖ്യാപിച്ചിരുന്നു. നിരവധി ഡ്രോണുകളും ക്രൂസ് മിസൈലുകളും ഉപയോഗിച്ചാണ് ഈ ആക്രമണങ്ങൾ നടത്തിയതെന്നും ഹൂതികൾ അറിയിച്ചു.